നീ ഇത് എവിടായിരുന്നു? റേഷൻ കടയിൽ പോയതാ. അവിടെ ചെന്നപ്പോഴത്തേക്കും സാധനങ്ങൾ വരാൻ ഒരു മണിക്കൂർ പിടിക്കുമെന്ന്, ലോഡ് വരാനായിട്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞ് തമ്പ ചെയ്തിട്ടും പോയിക്കോ, സാധനം വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊക്കോണേ, ഇല്ലെങ്കിൽ പിന്നെ അവരത് മറിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഇരട്ടി വില കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ആ കടയിലെ ചേട്ടൻ ചെയ്യത്തില്ല. ദുശാസനൻ ചേട്ടനെ ഭയങ്കര സത്യസന്ധനാ. എന്തൊരു പേരടി ദുശാസനൻ. അതെന്താന്നമ്മ, ഈ ദുശാസനൻ ചേട്ടൻ്റെ അച്ഛനുണ്ടല്ലോ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു. പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ആ സിനിമ ഇദ്ദേഹം കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്. അപ്പം അതിനോടുള്ള ഹരം മൂത്തിട്ട് മകന് ദുശാസനൻ എന്ന് പേരിട്ടു. അതിനകത്തൊരു ക്യാരക്ടറിൻ്റെ പേരാണ് ദുശാസനക്കുറുപ്പ്. അപ്പം അങ്ങനെ ആ പേര് തന്നെ മകന് വിട്ടു. തണുത്ത വെള്ളം ഉണ്ടമ്മ? ആ ഉണ്ട്, നോക്ക് അതിനകത്ത് നോക്ക്. ഡി നീ ഇതൊന്ന് ഒപ്പ് നോക്കിയേ. ഒരു മിനിറ്റ്. ഹലോ, എത്തിയോ? ആ എന്നാ ഞാനിപ്പോൾ വരാം. സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയിട്ട് പോന്നീ. എന്തൊരു എരിവമ്മ, ഇങ്ങനെ എരിവിട്ട് എങ്ങനെയാണ് കഴിക്കണത്? അമ്മ എപ്പോഴും അതെ, പണ്ടും അങ്ങനെ തന്നെ, എപ്പോഴും ഭയങ്കര എരിവങ്ങ് ഇടും. അമ്മ ചുരിദാറൊക്കെ ഇട്ട് അടപ്പം ഞാൻ എന്തായാലും അല്ലെങ്കിൽ ജീൻസും ടോപ്പാണ് അവിടെ ഇടണേ. അങ്ങനെ ചുമ്മാ ഒരു ഇതിന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ കയറി വന്നപ്പോൾ എവിടെ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് ചേച്ചാൽ ഉപ്പിൻ്റെ കാര്യം എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. റേഷൻ കടയില്ലേ, റേഷൻ കടയിൽ പോയിട്ട് വരാം. ഈ സമയത്താ? ഞാൻ പോയിട്ട് വരാം. എന്നാ ഈ സമയത്ത് എന്തിനാ റേഷൻ കടയിൽ പോണത്? ഈ സമയത്തിന് എന്താ കുഴപ്പം? അല്ല, സമയത്തിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. നീ പോകണ്ട, ഞാൻ പോയിട്ട് വരാം. അത് കുഴപ്പമില്ലമ്മ, ഞാൻ പോയിട്ട് വരാമെന്ന്. അല്ലാത്തപ്പോൾ നിന്നോട് കടയിൽ പോകാൻ പറയുമ്പോൾ ഭയങ്കര ഡിമാൻഡ് കാണിക്കലാണല്ലോ. ഇപ്പം എന്താ പ്രത്യേകിച്ച് ഒരു കടയിൽ പോക്ക്? അല്ല അമ്മ, ഈ വീട്ടിലെ ഒരു ആന്തരി എന്ന ഒരു നിലയ്ക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ. വേണം ചേട്ടാ, വേണം. ഈ കടയിൽ പോക്കോണ്ടോ നിനക്ക് എന്താണ് ലാഭം? ഐസ്ക്രീം. എന്തോ ഉടായ്പ മണുക്കുണ്ട്, ഇത് അത്ര പന്തേടല്ല. സത്യം പറയടാ. അങ്ങനെ ഉടായ്പൊന്നുമില്ലമ്മ. സംഭവം എന്താന്ന് വെച്ചാലേ, ഇവളുടെ സ്കൂളില് ഈ കഥ പറച്ചിൽ മത്സരം ഉണ്ടല്ലോ. അപ്പൊ അതിന് എവള് പറഞ്ഞൊരു കഥ പഠിപ്പിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഥയൊക്കെ പഠിപ്പിച്ചു തരാം, ഫസ്റ്റ് പ്രൈസ് മേടിക്കണം, മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം മേടിച്ചു തരാം. ഇപ്പൊ അവള് കഥയും മറന്ന് ഫസ്റ്റ് പ്രൈസിന്റെ കാര്യവും മറന്ന് ഐസ്ക്രീം മാത്രം ഓർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ഈ കഥ അത്ര വിശ്വസനീയമല്ലല്ലോ. ചേച്ചിക്ക് രാവിലെ പോലെ എന്നെ ഒട്ടും അങ്ങോട്ട് വിശ്വസനീയമല്ലല്ലോ. എടാ, ഒരു തവണ മുയില് വീണ് ചക്ക വീണ് മുയില് ചത്തെന്ന് പറഞ്ഞു സംഭവിക്കാം. അതുപോലെ നേരെ ചൊവ്വ പറ അറിഞ്ഞൂടെ ഇറങ്ങിയേക്കാണ്. നിനക്ക് എന്താടാ? എനിക്ക് എന്താ, ഞാൻ റേഷൻ കടയിൽ പോകാൻ ചേച്ചി റേഷൻ കട പോണോ? അമ്മ ഞാൻ പോവാമേ. ദിനി ഞാൻ പോക്കോളാം. അമ്മ ഞാൻ പോവാ, ഞാൻ കൊറേ നാളെ റേഷൻ കടയിൽ പോയിട്ട്. അമ്മ ഞാൻ പോക്കോളാം. അമ്മ ഞാൻ പോവാമേ. കഴിയാ. അല്ലെങ്കിൽ സാധാരണ സമയത്ത് എനിക്ക് ആര് പോയാലും കടയിൽ നിന്ന് സാധനം കിട്ടിയാൽ മതിയേ. അല്ലെങ്കിൽ സാധാരണ ഇവരോടൊക്കെ ഒന്ന് കടയിൽ പോകാൻ പറ, ഞാൻ പോവില്ല, അവനോട് പറ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ പോകാൻ വേണ്ടി തല്ലുപിടിക്കുകയാണ്. ചേച്ചി അവിടെ ഭയങ്കര ക്യൂ ഒക്കെ ആയിരിക്കും കേട്ടാ. അത് കുഴപ്പമൊന്നുമില്ല. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് തലയിറങ്ങിയെല്ലാം വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും. ലാസ്റ്റ് ചേച്ചിയെ സാധനം എല്ലാം കൂടെ ഞാൻ വന്ന് മുക്കിക്കൊണ്ട് കൊണ്ടുവരും. ഞാൻ മാത്രം പോയി കഴിഞ്ഞാൽ സാധനം മാത്രം കൊണ്ടുവന്നാ പോരെ അമ്മ? അമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ പൊക്കോളാം. ഇതൊക്കെ മെസ്സേജ് ഒക്കെ പറഞ്ഞു നോക്കരുത്. മെസ്സേജ് കോള് ഇങ്ങനെയൊക്കെ മെസ്സേജും കോളും വന്നോണ്ടിരുന്ന ക്യൂ പോയി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇത് ദിയാമ്മ കുറെ നേരെ ചറവറാന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കണം. എന്തെങ്കിലും അർജന്റ് കാര്യമായിരിക്കും. ചേച്ചി മറ്റേ ആ ക്യൂവിൽ പോയി നിന്നിട്ട് മെസ്സേജ് ചെയ്തൊക്കെ നോണ്ടിക്കൊണ്ടിരുന്ന ഭയങ്കര ബോറല്ലേ അമ്മ? മിണ്ടാതിക്ക്. അവൻ പോയിട്ട് വരട്ടെ. നിനക്ക് അപ്പോൾ ഈ ഫോണിലാണ്, നീ പോയാൽ ശരിയാവില്ല. നീ പോയി പോയിട്ട് പോ. ആ അമ്മ, അമ്മ തന്നായിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേനെ. ഒരു മിനിറ്റ്. റേഷൻ കാർഡും ഉണ്ട്, സഞ്ചിയുണ്ട്. ഞാൻ ഇവിടെ തമ്പ് ചെയ്തിട്ടുണ്ട് പോന്നപ്പോ, അതുകൊണ്ട് കാശും കൊടുത്തിട്ടുണ്ട്. പോയിക്കോ, ചെല്ലി മേടിച്ചോണ്ട് വന്നാൽ മാത്രം മതിയല്ലോ. ഓക്കെ, പോണ കൊള്ളാം. അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ പെട്ടെന്ന് സാധനം മേടിക്കുക, വീട്ടിലെത്തുക. ഇനി അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കളിക്കാൻ പോയി ഇങ്ങോട്ട് കളിക്കാൻ പോയി കൂട്ടുകാരെ കണ്ട് സംസാരിച്ചെന്ന് പറ്റില്ല. എക്സാമാണ്, പഠിക്കാനുണ്ട് കുറേ. അമ്മ അതൊക്കെ എക്സാമിന് പഠിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും റിലാക്സേഷൻ, മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി മാത്രം. പിന്നെ IAS-നുള്ള പരീക്ഷ എഴുതാൻ പോണത്. എടാ ഞാനും +2 ഒക്കെ എഴുതിയതാടാ, ഓവറാക്കല്ലേ. പോയിട്ട് വേടാ. പോണമ്മ. അപ്പൊ കഥ അത് വന്നിട്ട് പഠിപ്പിക്കാം, അത് വേറെ റിലാക്സേഷൻ.